തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഈ അടുത്ത നാളുകളിൽ ഞാൻ ചെറുതായി ശ്രദ്ധിച്ചൊരു കാര്യം, പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കടകളിൽ എന്തെങ്കിലും വാങ്ങാൻ കയറുമ്പോൾ കൂട്ടത്തിലുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞു മിഠായിയോ ഏതെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുന്നതിൽ അവർക്കൊരു താല്പര്യം. പലപ്പോഴും അതത്ര അത്യാവശ്യമുള്ളതല്ലെങ്കിലും അവരുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ മാതാപിതാക്കളെന്ന നിലയിൽ വഴങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു മിഠായിക്കാവാം, ഒരു ബിസ്ക്കറ്റിനാവാം, മറ്റെന്തെങ്കിലും ഒരു സ്നാക്സിനാവാം. പക്ഷേ ഈ അടുത്ത നാളുകളിൽ എനിക്ക് തോന്നി, ഇത്തരമൊരു പ്രവണതയെ നിരുത്സാഹപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ യുവതലമുറ അല്ലെങ്കിൽ കുടുംബങ്ങളൊക്കെ എത്തി നിൽക്കുന്ന ദുരന്തം ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ശൈലി രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണെങ്കിലും നമ്മളത് വാങ്ങിച്ചു കൊണ്ടുവരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഉപഭോഗ സംസ്കാരം ആത്മശൂന്യതയുടെ പ്രതിഫലനമാണ്. കേരളം ഇന്ന് ഒരു നല്ല ചന്തയാണ്. മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടലിൻ്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഒരിക്കലൊരു ഗുരു വളരെ സിമ്പിളായി ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും കൂടെ ചന്തയിലൊക്കെ അല്ലെങ്കിൽ ബിഗ് ബസാറുകളിലും വാൾമാർട്ടിലും കയറി ഇറങ്ങുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തിനാണ് ഇത്തരം സമയം പാഴാക്കുന്നത്? അങ്ങൊന്നും വാങ്ങുന്നില്ലല്ലോ. അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇതാണ്, ഈ സൂപ്പർ മാർക്കറ്റിലും ഈ ചന്തയിലുമൊക്കെ എനിക്ക് ആവശ്യമില്ലാത്ത എന്തുമാത്രം സാധനങ്ങളാണ് വരുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത്. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തണം. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാൻ നമ്മൾ പരക്കം പായുകയാണ്. അവിടെയാണ് ദൈവവചനം പറയുന്നത്, ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കരങ്ങളും ജീവിതം നിറച്ചുള്ള പാഴ്വേലയേക്കാൾ നല്ലത്. തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ സ്വസ്ഥത എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഉപഭോഗ സംസ്കാരത്തെ, വാങ്ങിച്ചു കൂട്ടലിൻ്റെ കൾച്ചറിനെ അതിജീവിക്കാൻ ഇടയ്ക്കൊക്കെ ചില ഷോപ്പിംഗ് മാളിലൊക്കെ പോയി ഒന്നും വാങ്ങാതെ തിരിച്ചു പോരാനുള്ളൊരു ബലം കിട്ടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് ദരിദ്രനായി കടന്നു വന്ന ഗുരുവായ മിശിഹ അതിനാവശ്യമായൊരു വെളിച്ചം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി.